നവംബർ 28 രക്തസാക്ഷികളായ വിശുദ്ധ സ്റ്റീഫന്റെയും കൂട്ടരുടെയും തിരുനാളിൽ ആഗോള സഭ. രക്തസാക്ഷികളിൽ മുഖ്യനായ സ്റ്റീഫൻ AD 714 കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ജനിച്ചത്. സമ്പന്നരും ദൈവഭയമുള്ളവരുമായ മാതാപിതാക്കന്മാർ മകന് ഉത്തമ ശിക്ഷണം നൽകിയാണ് വളർത്തിവന്നത്. കാൽസഡിനിക്ക് സമീപമുള്ള വിശുദ്ധ ഓക്സൻസിയോസിന്റെ ആശ്രമത്തിലാണ് സ്റ്റീഫൻ 15ാമത്തെ വയസ്സ് മുതൽ താമസിച്ചു പോന്നത്. പിതാവ് ദിവംഗതനായപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി തന്റെ ഓഹരി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും അഭ്യസിച്ചു. വിശുദ്ധ ക്രിസോസ്റ്റമിന്റെ ഗ്രന്ഥങ്ങൾ സ്റ്റീഫൻ ആർത്തിയോടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. 30ാമത്തെ വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിന്റെ മേധാവിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മലയിൽ സ്ഥാപിച്ചിരുന്ന കൊച്ചു കൊച്ചു പർണശാലകളുടെ സമാഹാരമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം. പ്രസ്തുത മലയിലെ ഒരു ഗുഹയിലായിരുന്നു സ്റ്റീഫൻ താമസിച്ചിരുന്നത്. ആട്ടിൻതോലായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം. ഒരു ഇരുമ്പ് പട്ടയായിരുന്നു അരക്കെട്ട്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ ഏകാന്തവാസത്തിനു വേണ്ടി സ്റ്റീഫൻ ആശ്രമ മേധാവി സ്ഥാനം രാജിവെച്ചു. ഗിരിശൃംഗത്തിൽ ശരിക്കും നിവർന്നു നിൽക്കാൻ പാടില്ലാത്ത ഒരു ഗുഹയിൽ അദ്ദേഹം താമസമുറപ്പിച്ചു. അക്കാലത്താണ് ലയോയുടെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ കൊപ്രോണിനോസ് പ്രതിമകൾക്കെതിരായ സമരം ആരംഭിച്ചത്. AD 754 കുറെ മെത്രാന്മാരെ വിളിച്ചുകൂട്ടി പ്രതിമാവന്ദനം വിഗ്രഹാരാധനയാണെന്ന് പാസ്സാക്കുകയുണ്ടായി. ഇത് സ്റ്റീഫനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കലിസ്റ്റസ് എന്ന ഉദ്യോഗസ്ഥനെ സൈന്യത്തോടുകൂടി രാജാവ് അയച്ചു. ഭീഷണികളും തർക്കങ്ങളും സ്റ്റീഫനെ മാനസാന്തരപ്പെടുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ശിരച്ഛേദനം ചെയ്യാൻ രാജാവിന്റെ കൽപ്പനയുണ്ടായി. അങ്ങനെ AD 764 സ്റ്റീഫനൊപ്പം ബാസിൻ, പീറ്റർ, ആൻഡ്രൂ തുടങ്ങിയ 300 സന്യാസികളെ അവർ നിഷ്കരുണം വധിച്ചു. രക്തസാക്ഷികളായ സ്റ്റീഫനും കൂട്ടരുമേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.